പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഡോഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും എൻ്റെ ഫേവറേറ്റ് ഡോഗ് ജിസ്മോയാണ്. ആ ജിസ്മോയാണ് എന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ആക്കിയിട്ടുള്ളത്. ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഫ്രീഡിലെ ശാപം. സ്വീറ്റായിട്ട് സംസാരിച്ച് അവരുടെ നാക്കുമ്പോൾ വെനം സൃഷ്ടിക്കുന്നവരാണ് ഇവരെല്ലാവരും. ഒരു മിക്കവരും ഡോഗ് ഫീൽഡിലുള്ള ഒരു മിക്ക ആൾക്കാരും വെക്കുന്ന ഡോഗ്സുകളെല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കണം, നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഒരാൾ കണ്ടാൽ പോരാ എന്ന് പറയാൻ പറ്റിയൊരു ഡോഗ് എൻ്റെ അടുത്ത് പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഹലോ നമസ്കാരം, അക്കൗണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിലുള്ള ജിബിച്ചേട്ടൻ്റെ അടുത്തുണ്ടോ. ഇന്ത്യയിൽ തന്നെ ബിഗ് ബി എന്ന് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബക്സിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇവൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് കുറേ ദിവസങ്ങളായി കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. നമ്മുടെ ഡോഗ്സ് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. നമ്മുടെ ജിസ്മോനെയും അതേപോലെ ജിസ്മോ ടിമിറ്റോർ അതേപോലെ ഗ്രോം ടിമിറ്റോറിനൊക്കെ കാണിച്ചിരുന്നു. എങ്ങനെയാണ് ഈ നമ്മുടെ ബക്സിയിലേക്ക് എത്തിയത്? എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നിങ്ങളന്ന് ലാസ്റ്റ് എടുത്ത വീഡിയോയിലുണ്ടായിരുന്ന 2 ഡോഗ്സും എൻ്റെ കയ്യിലിപ്പില്ല. അന്ന് നിങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഗ്രോമ് എൻ്റെ അടുത്ത് ഇങ്ങനെ മരണപ്പെടുകയുണ്ടായിരുന്നു. അതിനുശേഷം എനിക്കൊരു പുതിയ ഡോഗിനെ എടുക്കണം എന്ന് ഞാൻ അന്വേഷിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം എത്തിപ്പെട്ടത് ഗ്രോമിൻ്റെ ലിറ്റർ മേറ്റ് ആയിട്ടുള്ള ഗുരു ടിമിറ്റോർ എന്ന് പറഞ്ഞൊരു ഡോഗിലേക്കായിരുന്നു അതിട്ടത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തുകൂടാ, എന്തുകൊണ്ടൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ഡോഗിനെ എൻ്റെ കയ്യിൽ എത്തിച്ചുകൂടാ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് നമ്മൾ ഇവനെ അങ്ങനെ ചോദിക്കുന്നത്. ഇവനിപ്പോൾ ആ സമയത്തൊക്കെ വേൾഡിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്നൊരു ഡോഗാണ്. അങ്ങനെ ഞാനിവനെ അവരോട് ചോദിച്ചു. എൻ്റെ ഒരു ഇതിൽ ഇന്ത്യയിൽ തന്നെ വന്നേക്കണതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെയിലാണ് ശരിക്കും. അതാണ് നമ്മുടെ ഹൈലൈറ്റ്സ്, അതാണ് ശരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ള എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങളാണ് കൊണ്ടുവന്നതെന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും ആക്ച്വലി റിയൽ ആയിട്ട് കൊണ്ടുവന്നേക്കുന്ന നമ്മളിപ്പോൾ അറ്റ് പ്രസന്റിൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഇന്നത്തെ ദിവസത്തിലുള്ള ഏറ്റവും കോസ്റ്റ് കൂടിയ ഡോഗ് ചിലപ്പോൾ നാളെ വരാകില്ല, കൊണ്ടുവരാൻ പറ്റാകില്ല. പ്രസന്റ് അവനാണ്. അപ്പോൾ ജിബിബ ഇത്രയും വില കൊടുത്ത് ഇപ്പോൾ ഇവനെ ഇവിടെ കൊണ്ടുവന്നത്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയൊരു ഡോഗ്. അപ്പം അങ്ങനെ അവകാശപ്പെടുന്ന ഈ ഡോഗിനെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പം അതിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറയാനുള്ളത് നമുക്ക്? ഡോഗ് ഗെയിം എപ്പോഴും ഒരു ഗാംബ്ലിങ് പോലെയാണ്. നമ്മൾ ഡയറക്റ്റ് പോയിട്ടൊരു സാധനം കണ്ട് ചൂസ് ചെയ്തെടുക്കുന്നതല്ല ഇമ്പോർട്ട് ചെയ്യുന്നൊരു ഡോഗുകൾക്കുള്ള പ്രത്യേകത. അതിൽ ഒരുപാട് ആൾക്കാർ ഡയറക്റ്റ് പോയി കണ്ടെടുത്ത ആൾക്കാരും ഉണ്ട്. എന്നാലും ഇതിൽ മോസ്റ്റ് ഓഫ് ഒരു 99% ഡോഗുകളുടെ വീഡിയോയിലൂടെയും ഡോഗിൻ്റെ ഫോട്ടോയിലൂടെയും കണ്ടിട്ടാണ് ഒരു ആൾക്കാരും ഡോഗുകളെ സെലക്ട് ചെയ്യുന്നതും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഗാംബ്ലിംഗ് ആണ് ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ചിലപ്പോൾ വിജയിക്കാം, പരാജയപ്പെടാം. ഡോഗ് ഫീൽഡിൽ ഇന്ന് ഇന്ത്യയിൽ വന്ന 90% ഇമ്പോർട്ട് ഡോഗ്സുകളും വൻ പരാജയമായിരുന്നു. ശരി, ഇമ്പോർട്ടുകളെന്ന് പറയാം, എന്നാലും വൻ പരാജയങ്ങളായിരുന്നു. ഒരു 10%ഓളം ഡോഗുകളാണ് വിജയങ്ങൾ വരിച്ചിട്ടുള്ളത്. വിജയങ്ങൾ ഉദ്ദേശിക്കുന്നത് ഷോ വിന്നിങ്ങിലായാലും അവരുടെ പ്രൊജനികളിലായാലും വളരെ ചുരുക്കം ഡോഗുകൾ മാത്രമേ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളൂ. അതിപ്പോൾ വെൽപ്പായാലും മെയിൽ ഡോഗ്സ് ആയാലും ഫീമെയിൽ ഡോഗ്സ് ആയാലും എന്തിലും വളരെ ചുരുക്കം ഡോഗുകൾ മാത്രമേ വിജയിക്കപ്പെട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുമ്പോൾ ഇവനൊരു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു വലിയൊരു ടാസ്ക്, ഇവൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയൊരു ഇതായിരുന്നു. എന്നുവെച്ചാൽ ഇവരെ കൊണ്ടുവരുമ്പോൾ നമ്മളവിടെ കണ്ട വീഡിയോയും നമ്മളവിടെ കണ്ട ഫോട്ടോയും ആണോ ഇവൻ എന്നുള്ളതിലൊക്കെ ഒരു വലിയൊരു ടാസ്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത്രയും പൈസ ഇവിടെ കൊടുക്കുമ്പോൾ ഓക്കെ നമ്മളെ കണ്ട പോലെ ഇവിടെ കിട്ടുമോ എന്നുള്ളൊരു എന്താ പറയുക, ഒരു ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വലിയൊരു, ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും പറയുന്നത്, അതൊരു ഗാംബ്ലിംഗ് ആണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ അങ്ങ് പോയി എന്നുള്ളൊരു സ്റ്റൈലിലാണ്. ഒരു റിസ്ക് ഫാക്ടറാണ് അവർ എപ്പോഴും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമ്മുടെ ടീമായിട്ട് എല്ലാവരും ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ മറ്റേ ഗുരുവിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഗുരുവിനെ എടുക്കാൻ പോയപ്പോഴും ഒരുപാട് ആൾക്കാർ പറഞ്ഞു അതൊരു നല്ലൊരു ഓപ്ഷൻ അല്ല എന്ന് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് എൻ്റെ ഒരു സെൻറ്റിമെൻ്റൽ ആയിരുന്നു. അന്ന് മറ്റേ ഗ്രോം പോയപ്പോൾ ഒരു സങ്കടത്തിൻ്റെ പുറത്താണ് അവൻ്റെ ബ്രദറിനെ കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാൻ പ്ലാൻ ചെയ്തത്.
അതിനുശേഷം അതൊരു ഞാനെടുത്ത തീരുമാനം അതൊരു നല്ലൊരു തീരുമാനമല്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ നമ്മുടെ ടീമുകളുടെ എല്ലാവരും ഞാൻ ഇങ്ങനെ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് വേണ്ട, ചേട്ടൻ്റെ ഒരു മനോവസ്ഥയിൽ നമ്മളന്ന് ഓക്കെ പറഞ്ഞതാണ്, വേണ്ട എന്നുള്ളതിൽ പറഞ്ഞ് അങ്ങനെ ഇവനെ സെലക്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ ജി വി ബ്രോ ശരിക്കും പറഞ്ഞാൽ ഈ ബക്സീനെ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണ്? അതാണ് ഈ ആദ്യമായിട്ട് കാണണല്ലേ, ഇവനൊരു വേൾഡിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റഡ് ഡോഗ് ആയിരുന്നു പുറത്തൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ ഇവൻ ഫേമസ് ആണ്, അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കാണുന്നൊരു ഡോഗല്ല. ഓക്കെ, ഈ ലോകത്തിലുള്ള എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഡോഗായിരുന്നു. ആ ഒരു ഇവൻ്റെ ഒരു കോമ്പിനേഷനിലൊരു ആ ഒരു കോമ്പിനേഷൻ ലോകം മുഴുവനും ശ്രദ്ധയിൽപ്പെട്ട ഒരു കോമ്പിനേഷനായിരുന്നു. ഇവൻ്റെ എല്ലാ ലിറ്റർ ബ്രദേഴ്സും ആയാലും എല്ലാവരും വളരെ ഫേമസ് ആയിട്ടുള്ള ഡോഗുകളായിരുന്നു. ഓക്കെ, അങ്ങനെ ആണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇതിനെടുക്കുമ്പോൾ ഇവനെ ഞാനൊരു 16 മാസം ഉള്ളപ്പോൾ ഞാൻ ഇതിന് വില ചോദിച്ചിട്ടുണ്ട്. ആ ടൈമിൽ, അതായത് ഇപ്പം എടുക്കുന്നതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഒരു 16 മാസം ഇവന് പ്രായമുള്ളപ്പോൾ ഞാൻ വില ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അന്ന് ഇവർ എന്നോട് കൊടുക്കില്ല എന്നാണ് അവരന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവരിലേക്ക് എത്തിപ്പെട്ടു. പിന്നെയും ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ചോദിച്ചു, ഈ ഗുരുവിൻ്റെ ഒരു ക്യാൻസൽ ചെയ്തതിന് ശേഷം പിന്നെയും ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞൊരു റേറ്റ് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വൈകിട്ട് കോൺടാക്ട് ചെയ്യാം എന്നുള്ള രീതി ഞാൻ പറഞ്ഞു. വൈകിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇവരെ വൈകിട്ട് കോൺടാക്ട് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞതിനെക്കാട്ടെ വേറൊരു റേറ്റിൽ ഞാൻ തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരില്ല, കുറയ്ക്കില്ല എന്തായാലും. അപ്പോൾ അവർ ചോദിച്ചത് ഞങ്ങളുടെ ഒരു ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നൊരു ഡോഗിന് ഞങ്ങൾ എന്തിനാണ് ആ റേറ്റ് കുറക്കുന്നതെന്നാണ് അവർ ചോദിച്ചത്. വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ളതിൽ അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞ് ഡീല് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അത് അവർ പറഞ്ഞ ആ റേറ്റിനാണ് നമ്മൾ എടുത്തു. ആ റേറ്റിൽ തന്നെ എടുത്ത് നമ്മൾ ഡീല് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. തന്നതിന് ശേഷം ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കൊടുത്തൊരു വലിയൊരു അബദ്ധമായി പോയി. ശരിക്കും പറഞ്ഞാൽ സെർബിയയിലൊരു നല്ല ഡോഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോഗുകളൊക്കെ ഇപ്പോൾ ഒരു വിധം സെയിൽ ചെയ്യപ്പെട്ടു. ഈ വിരലുണ്ടാവുന്ന ഡോഗുകൾ മാത്രം അവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. ശരിക്കും പറഞ്ഞു എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചില ആൾക്കാർ പറയും മോഹവില എന്ന് പറയും. ഇവർക്ക് മോഹവിലയല്ല, അവരുടെ വാല്യൂ ആണ് നമുക്ക് കൊടുത്ത് മേടിച്ചേക്കണം. ചില ആൾക്കാർ പറയും ഞങ്ങൾ മോഹവില കൊടുത്ത് മേടിച്ചു. മോഹവില എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന് വാങ്ങിച്ചു, അതാണ് മോഹവില. ആ മോഹവിലയിൽ എനിക്കിഷ്ടപ്പെട്ട സാധനത്തിന് ഞാൻ മേടിക്കുന്നത്, എനിക്കിഷ്ടപ്പെട്ടു ഞാൻ മേടിച്ചു, മോഹവില കൊടുത്തു. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു അവരുടെ വാല്യുവേഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ചില സാധനങ്ങളോട് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു വണ്ടി മേടിക്കുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുന്നു. ചിലപ്പോൾ അത് ഒരുപാട് വർഷം പഴക്കമുള്ള വണ്ടിയായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ചിലപ്പോൾ 10,000 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷേ ഓണർ കൊടുക്കില്ലെന്ന് കാണുമ്പോൾ ഞാനതിന് മോഹവില കൊടുത്തിട്ട് ഒരു 50,000 രൂപ കൊടുത്തിട്ട് മോഹവില കൊടുത്തിട്ട് മേടിക്കണം. പക്ഷേ അതിൻ്റെ വാല്യുവേഷൻ, ആ ഡോഗിൻ്റെ വാല്യുവേഷൻ എപ്പോഴും മോഹവിലയല്ല. ഓക്കെ, മോഹവിലല്ല, അതിൻ്റെ വാല്യുവേഷൻ അല്ല. പക്ഷേ ഇവന് ഞാൻ കൊടുത്ത വില അവൻ്റെ വാല്യുവിനുള്ള ഒരു വില കൊടുത്തിട്ടാണ് ഞാൻ അതിനെ വാങ്ങിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ചോദിക്കട്ടെ, ഇപ്പോൾ നല്ല വില കൊടുത്ത് മേടിച്ചൊരു ഡോഗാണ്, ഇതിൻ്റെ വില നമുക്ക് പബ്ലിക്കലി പറയാൻ പറ്റുന്ന കാര്യമാണോ? അത് നമ്മുടെ ടൈറ്റിൽ തന്നെ നമ്മൾ കൊടുത്തേക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കൂടിയ ഡോഗ് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നതിൽ പ്രശ്നങ്ങളില്ല, എന്നാലും അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇവന് വില പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ വില എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ നമ്മൾക്കൊരു ചെറിയൊരു പബ്ലിസിറ്റി ആയിട്ട് കൊടുക്കാൻ വേണ്ടി എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇന്ത്യയിൽ വന്നതിൽ ഏറ്റവും വില കൂടിയ ഡോഗാണെന്ന് നമുക്ക് പറയാം. കാരണം കുറേ പേര് ഇപ്പോൾ എന്താ പറയുക, സണ്ണി തന്നെ ഒരുപാട് കണ്ടലിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. സണ്ണിക്ക് ഏകദേശം കണ്ടാൽ ഇപ്പോൾ പിന്നെ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ ക്യാമറ കൂടെ കാണിക്കുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ ക്യാമറ കൂടെ ഉള്ള ഈ വ്യൂവിലൂടെ ഇവൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു രൂപം എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, വലിപ്പം പറയാൻ പറ്റില്ല. നേരിട്ട് കാണുമ്പോഴാണ് ആ വ്യത്യാസം ശരിക്കും അറിയുള്ളൂ കേട്ടോ. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് അവനെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നമ്മൾ ഇവനെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ടീം എല്ലാവരും കൂടി പോകുമ്പോൾ നമ്മളുടെ
ടീമടക്കം പറഞ്ഞിരുന്നത് ഒരു ടെൻഷനിലായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയാവോ അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. പക്ഷേ അവൻ അകത്തുനിന്ന് ക്രേറ്റ് ഇവർ കൊണ്ടുവരുന്ന ക്രേറ്റ്, അപ്പോൾ എന്നോട് ഷിപ്പ് ചെയ്യുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ക്രേറ്റിൽ കയറുന്നില്ല, വലിയ ഇത് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു ഡോഗ് ആയിരിക്കാം, അല്ലാതെ അങ്ങനെ പറയില്ലല്ലോ. പിന്നെ ഉള്ളൊരു ഇതിൽ എയർപോർട്ടിലെത്തി ഡോഗിനെ നമ്മൾ കണ്ടപ്പോഴേക്കും എല്ലാവരും ഞെട്ടി, സമാധാനമായി, ആഗ്രഹിച്ച പോലെ ഒരു ഡോഗായി. പിന്നെയുള്ളൊരു ചലഞ്ച് എന്നുള്ളത്, അവൻ എയർപോർട്ടിൽ വെച്ചിട്ടല്ല ഡോഗിനെ കണ്ടിട്ടുള്ളൂ. പിന്നെയുള്ളത് അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, അവൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ എന്താണ് എന്നൊക്കെയുള്ളൊരു വലിയൊരു ചലഞ്ചായിരുന്നു നമ്മുടെ മനസ്സിൽ. ക്യാരക്ടർ എങ്ങനെയാണ്, ഈ വലിയ വെട്ടിനെ കിട്ടിയിട്ട് കടി, നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ കാശ് കൊടുത്ത് കടിക്കാൻ വെട്ടിനെ പിടിക്കുന്ന പറഞ്ഞാൽ ചില ഡോഗുകളെ പറഞ്ഞാൽ കടിയുടെ പെരുന്നാളായിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനെയാണോ എന്നുള്ളൊരു പേടി എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാ കാര്യം ഞങ്ങൾ എപ്പോഴും സംസാരിക്കും ആ കവിലൊക്കെ. അങ്ങനെ ഇവിടെ വന്നു, ഇവിടെ എത്തി, ഒരു ഭക്ഷണം വെള്ളമൊക്കെ കൊടുത്തു. പക്ഷെ നമുക്ക് നമ്മളെ ഞെട്ടിച്ചൊരു കാര്യം, അപ്പോൾ എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങളെപ്പോഴും ഞങ്ങളിപ്പോൾ നമ്മുടെ ഞാൻ ജിസ്മോനെയും ഗ്രോമിനെയൊക്കെ എടുത്തൊരു ബാബു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിയായിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്. ഞങ്ങളാണെപ്പോഴും ഡോഗിനെ പുള്ളി എടുത്താലും ഞാനെടുത്താലും ഞങ്ങളങ്ങാടും എന്താ പറയുക ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഡോഗിനെ കുറിച്ച് വിലയിരുത്തും, അത് ഡോഗ് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അതിലെടുത്താൽ എങ്ങനെ ഉണ്ടാവും, എപ്പോഴും സംസാരിക്കാറുള്ളൊരു നമ്മളൊരു ബ്രദറിനെ പോലെ ഒരാളാണ് പുള്ളി. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം, ഡോഗ് ബാബുചേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനെടുത്താൽ എങ്ങനെയായിരിക്കും, ഇത്ര വില കൊടുത്ത് എടുക്കണല്ലേ, പ്രശ്നമാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു നമ്മളെ ഇടക്കിടക്ക്. ഞാനും ചോദിക്കുമായിരുന്നു. അതെനിക്ക് ഡോഗ് ഇവിടെ വന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ബാബുചേട്ടൻ ഒരു ദിവസം വന്ന് കണ്ടു, പുള്ളി നല്ലൊരു അഭിപ്രായം പറഞ്ഞു. പുള്ളി പറഞ്ഞു നമ്മൾ ശരിക്കും ഫോട്ടോയിൽ കാണുന്നൊരു ഡോഗേ അല്ല, ഫോട്ടോയിൽ പോലും അവൻ്റെ ഒരു നല്ലൊരു രൂപം കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞു. ഇപ്പം നിങ്ങൾക്കും അവർ നേരിട്ട് കാണണം, ശരിക്കും നേരിട്ട് നേരത്തെ പറഞ്ഞത് നമ്മൾ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്ന ആ ഒരു ഇതല്ല, നല്ല ചേഞ്ച് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആള് ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ നമ്മൾ കുറച്ചാൾ ഇവന് നല്ല റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്കൗട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടീഷൻ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഏത് ഡോഗും എത്ര നല്ല കണ്ടീഷനിലാണ് അവിടെ നിന്നെങ്കിലും ഇവിടെ വന്ന് എത്ര നല്ല ഫുഡ് കൊടുത്തെന്ന് പറഞ്ഞാലും അവരൊരു പൊട്ടും എന്തായാലും ഒരു കണ്ടീഷൻ പോവും അവരുടെ. അത് എന്തുകൊണ്ടാണ് ആ കണ്ടീഷൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റും അവർ കൊടുത്തിരുന്ന ഫുഡുകളും ഇതെല്ലാം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ എന്തായാലും വരും. അതിൻ്റെ ഹെയർ ഒരുപാട് ഷെഡ് ചെയ്ത് പോയി. വന്നതിന് ശേഷം ഹെയർ പോയി, അവൻ്റെ ബോഡി ശരിക്കും ഡോഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീനായി. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ സ്ട്രക്ചർ വൈസ് കംപ്ലീറ്റ് പോയി. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വളരെ സങ്കടമൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ഡോഗ് ഫുഡ് കഴിക്കാത്തൊരവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുണ്ടായില്ല, ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ടുണ്ടായില്ല. അതിനുശേഷം നമ്മൾ അവനെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള ഞങ്ങൾ സ്വിമ്മിങ് കൊടുക്കാൻ തുടങ്ങി. അത് നിങ്ങൾക്ക് കാണാം, അവൻ്റെ ഈ ബോഡി ടൈപ്പ് ഒരു ലൂസ് സ്കിന്നോ അല്ലെങ്കിൽ ഒരു ചളുക്കി പുളുക്കി ബോഡിയോ ഒന്നുമല്ല, ഒരു ഫുൾ മസ്കുലാരിറ്റിയിൽ ഈ വലിപ്പത്തിൽ നിൽക്കുന്നൊരു ഡോഗാണ്. എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും ഒരു 70+ ഉണ്ടാവും ചിലപ്പോൾ ഇപ്പോൾ വെയിറ്റ്. ഇവൻ്റെ ഹൈറ്റും ലെങ്ത്തൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി അവൻ്റെ ഹൈറ്റ് അവിടെ പറഞ്ഞിരുന്നു വെച്ചത് 68.5 എന്നുള്ളതായിരുന്നു. അത് അവരുടെ സ്റ്റാൻഡേർഡിൽ ഒരു ബ്രീഡേഴ്സ് എന്നുള്ള ഇതിൽ അവർ പറയുന്നതാണ്. എനിക്ക് നമുക്ക് ആ ഒരു ഷോയ്ക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ആ ഡോഗിൻ്റെ ഈ റോട്ടിന് വേണ്ട ഒരു ഹൈറ്റാണ്, ഇത്രയും പാടുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. ചില ഡോഗുകൾക്ക് ഹൈറ്റ് കൂടാം, ചില ഡോഗുകൾ കുറയാം. പക്ഷേ ഇവൻ്റെ രീതിയിൽ വരുമ്പോൾ ഇവനൊരു 70+ ഉണ്ട് എപ്പോഴും. പക്ഷേ ഈ 70+ ഉണ്ടെങ്കിലും ഒരുപാട് നല്ല നല്ല ബ്രീഡേഴ്സ് നല്ല ഡോഗിനെ കുറിച്ച് അറിയുന്ന ഒരു ആൾക്കാർ കൂടെ വന്നിട്ട് അവർ നമ്മളോട് പറയുന്നൊരു കമൻറ്റ്, അവൻ്റെ ആ ഹൈറ്റിന് ഒത്ത് ഒരു കംപ്ലീറ്റ്ലി ബോഡിയാണ് അവൻ്റെ. അതുകൊണ്ട് ഒരിക്കലും അവൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അവൻ്റെ ഒരു എന്താ പറയുക ഒരു അഭംഗിയിൽ തോന്നിയിട്ടില്ല. ഏറ്റവും ബെസ്റ്റായിട്ട് അത് എക്സ്ട്രീമായിട്ട് പറയേണ്ടത് ഇവൻ്റെ ഡ്രൈവ് ലെവലാണ്. ഡ്രൈവ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഡ്രൈവ് ലെവൽ ഒരിക്കലും കട്ടായി പോകാറില്ല. ചില ഡോഗുകളെ ചിലപ്പോൾ ബോൾ അങ്ങാടിയിട്ട് ഇങ്ങാടിയിട്ട് കാണിക്കുമ്പോഴായിരിക്കുള്ള ഇവരൊന്നും ഫയറിലേക്കും ഒക്കെ വരുന്നത്.
ഇവൻ ആ ഒരു ഡോഗിൽ ഒരു ബോളോ അല്ലെങ്കിൽ ഇത് വെച്ചാൽ വാലി ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നിന്നോളും. ഡ്രൈവ് ലെവലിൽ ഭയങ്കര ഒരു ഉള്ളതാണ്. പിന്നെ ഇവൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയാം. കുട്ടികളായിട്ടായാലും മറ്റുള്ളവരായിട്ടായാലും എല്ലാവരുമായിട്ട് നല്ലോണം മിങ്കിൾ ചെയ്ത് പോകുന്നൊരു ഡോഗ്. പ്ലസ് ഒരു പെട്ടെന്നൊരു സ്ട്രേഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഗാർഡിങ് ചെയ്യുന്നൊരു മൈൻഡ്, എല്ലാം ഒത്തിണങ്ങിയതാണ് ഇവൻ്റെ ഒരു ക്യാരക്ടർ വൈസ്. ഓക്കെ. ഇനിയിപ്പോൾ ജിബി ഭായി ഇവിടെ ഇവന് കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങൾ മുമ്പ് നമ്മൾ ചോദിക്കാറുണ്ട്, അതിനെ റിപ്പീറ്റ് ഒന്നും ചോദിക്കുന്നതെന്നുള്ളൂ. ഫുഡ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് പഴയ ഞങ്ങളുടെ കുറച്ചും കൂടി കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ചില ഫുഡുകൾ മടിയുണ്ട് കഴിക്കാൻ. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു കിലോ ബീഫ് നമ്മൾ ഫ്രഷ് ബീഫ് മേടിച്ച് അത് നന്നായി വേവിച്ച് അതിൽ നമ്മൾ ഡ്രൈ ഫുഡ് റോയൽ ക്യാൻ മിക്സ് ചെയ്ത് അതാണ് നമ്മൾ രാവിലെ ഒരു 2 മുട്ട, പിന്നെ അവൻ്റേതായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് മൈബ്യൂ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് കുറച്ച് വേറെയുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്ത് അതാണ് രാവിലത്തെ അവൻ്റെ ഫുഡ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 1 കിലോ ബീഫ് നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 600 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ വേവിച്ച് കഴിഞ്ഞാൽ, അറിയാലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് ഡ്രൈ ഫുഡ്, ഒരു 2 കപ്പ് ഡ്രൈ ഫുഡ് ആഡ് ചെയ്യും, കൊടുക്കും. 2 മുട്ട പുഴുങ്ങിയത് കൊടുക്കും. അതാണ് അവൻ്റെ ഫുഡ് രാവിലത്തെ. വൈകിട്ടാകുമ്പോഴേക്കും ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ, രാത്രി 10 മണിയൊക്കെ കഴിയുമ്പോൾ ഒരു റോ മീറ്റായിട്ട് റോ ആയിട്ട് ഒരു കിലോ ബീഫ് വലിയ ചോപ്സ് ആയിട്ട് അത് കൊടുക്കും. ബീഫ് മാത്രം ഉണ്ടാവുള്ളൂ, ബീഫ് മാത്രം ഉണ്ടാവുള്ളൂ. അതിൽ പിന്നെ ആ രാത്രി നിന്ന് അവന് സപ്ലിമെൻറ്റ്സ് ഒന്നുമില്ല, രാവിലെയാണ് ഞാൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ജിബി ബ്രോ പറഞ്ഞു ഇപ്പോൾ ഇവന് അതായത് രാവിലെ 1 കിലോ ബീഫ് 600-700 ഗ്രാം പോട്ടെ, 1 കിലോ ബീഫ് രാവിലെയും വൈകിട്ടും 1 കിലോ ബീഫ് ചെല്ലുന്നുണ്ട്, മറ്റുള്ള സപ്ലിമെൻറ്റിൽ കാര്യങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ നോർമലി ഒരു ഡോഗിന് ചെല്ലുമ്പോൾ തന്നെ ആ ഡോഗിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ, ഒരു ബൾഗിയാണ്, ഒരു വേറൊരു സൈസിലേക്ക് മാറും ഡോഗ്. അപ്പോൾ ഇവൻ്റെ ഈ ബോഡി എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഞാൻ അത്രയും ഫുഡ് കൊടുക്കുന്നു എന്നുള്ളത് കാര്യം അവൻ്റെ ഒരു ബോഡിയുടെ വലിപ്പം അത്രയുണ്ട്, അത്രയും. പിന്നെ അവൻ കഴിക്കുന്നുണ്ട് ഫുഡ്. ഓക്കെ. അവൻ കഴിക്കില്ല ഓവറായിട്ടുള്ള അവൻ്റെ ഉള്ള വേസ്റ്റായിട്ട് അങ്ങനെ പോകാറില്ല ഇതായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ. അവൻ്റെ ബോഡി അവൻ്റെ ബോഡി സ്ട്രെച്ചർ അങ്ങനത്തെ ഒരു സ്ട്രെച്ചറാണ്, ബൾക്കി അധികമാകാത്തൊരു സ്ട്രെച്ചറാണ്. എന്നാലും നമ്മൾ വർക്കൗട്ട് എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് എൻ്റെ ഒരു ടീമുണ്ട്. ഓക്കെ. ഞാനിപ്പോൾ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ഞാൻ മാത്രം ഒരു ഡോഗിനെ കൊണ്ടുവന്നു ഞാൻ മാത്രം നോക്കി എനിക്കൊരു പെർഫെക്ഷൻ ആക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ടീം നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും. അപ്പോൾ ഇവരാരും ശമ്പളം പ്രതീക്ഷിച്ച് വരുന്നതോ ഒന്നുമല്ല. ഇവരെല്ലാവരും എന്നോടുള്ള ഇഷ്ടം കൊണ്ടും ഡോഗിനോടുള്ള താല്പര്യം കൊണ്ടും വന്ന ആൾക്കാരാണ്. ശമ്പളം കൊടുത്ത് പണിയിപ്പിക്കുന്നതും നമ്മളെ ഇഷ്ടം കൊണ്ട് നമ്മളോട് കൂടെ നിൽക്കുന്നതും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ പോവും, പുഴയിൽ പോവും, എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ രാവിലെ പോകും, ഇവിടുന്ന് 1.5 പോകും. ഒരു മണിക്കൂറോളം ഞങ്ങൾ പുഴയിൽ സ്പെൻഡ് ചെയ്യും. പക്ഷേ 1 മണിക്കൂർ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവൻ നീന്തുന്നതല്ല, 1 മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്യും. അതിലൊരു 10-15 മിനിറ്റിനൊരു സ്വിമ്മിങ് കൊടുക്കും. അത് തന്നെ അവൻ്റെ ഏറ്റവും നല്ലൊരു വർക്കൗട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ സ്വിമ്മിങ് ഈസ് ദ ബെസ്റ്റ് എക്സസൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വിമ്മിങ് ആണ് നമ്മളിപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്നത്. സ്വിമ്മിങ് ഇപ്പോൾ കണ്ടാൽ അറിയാം, സ്വിമ്മിങ് കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം അവൻ്റെ എല്ലാം ഒരു ഫുൾ പാക്കഡായ അവൻ ശരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവനൊരു ഫുൾ പാക്കേജ് ആയിട്ടുള്ളൊരു ഡോഗാണ്. അപ്പോൾ ഈ നമ്മൾ അതിനോട് വർക്കൗട്ട് കൂടി കൊടുത്തപ്പോൾ ഒന്നും കൂടി നമുക്കൊരു എക്സ്ട്രീം ലെവലിലേക്ക് അവനെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. ശരിക്കും അവനൊരു കംപ്ലീറ്റ് ഡോഗ് എന്ന് പറയണതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നുവെച്ചാൽ നിങ്ങളിവിടെ ഒന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സണ്ണി പോയേക്കണ ഒരുപാട് ഡോഗ് ഷൂട്ടിങ്ങിലും ഡോഗിൽ പോയിട്ടുണ്ട്. ഓപ്പണായിട്ട് ഇപ്പോൾ ഞാൻ സണ്ണിനോട് ചോദിച്ചാൽ എനിക്കറിയില്ല സണ്ണി ഇങ്ങനെ പറയുന്നത്, എന്നാലും സണ്ണി കണ്ടത് വെച്ച് ഡോഗിനെ സണ്ണിയുടെ അഭിപ്രായത്തിൽ എന്താണ് തോന്നിയത് സണ്ണിക്ക്? അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കാണുന്ന വീഡിയോ കൂടെ കാണും. എനിക്കും പണ്ട് മുമ്പ് ജിബിച്ചേട്ടൻ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, അപ്പോഴും ഞാൻ അങ്ങനെ നിന്നു. പക്ഷെ ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത് അതൊന്നും പറയാനില്ല, അത് നേരിട്ട് തന്നെ കാണണം. അപ്പോൾ ഇപ്പോൾ അതാണ് അവൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഏത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, മോഹവലല്ല, അവൻ്റെ വാല്യുവേഷൻ അതാണ്. മോഹവലും വാല്യുവേഷൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവൻ്റെ എന്തുകൊണ്ടാണ് അവൻ ഇത്ര വില വന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ് കാരണം.
നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇവനെ കണ്ടിട്ട് എന്ത് തോന്നുന്നുള്ള നിങ്ങളുടെ ഒരു എന്തായാലും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. കാരണം അത് കറക്റ്റായിട്ട് ചെയ്തോളൂ. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വ്യൂവിൽ ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, വീഡിയോ എടുത്തതിന് ഇപ്പോൾ ഞാൻ തന്നെ അതിലൂടെ വന്നപ്പോൾ എൻ്റെ ഒരു ആംഗിളിലല്ല ഇവർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോഗ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവർ കാണിക്കുന്ന ഓരോ വ്യൂവും അറിയാത്ത ഒരാൾ എടുക്കുമ്പോൾ വ്യൂവും രണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ വീഡിയോസും നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇനി ചോദിക്കട്ടെ, ഇപ്പോൾ ഇവനിവിടെ വന്നതിന് ശേഷം മുമ്പത്തെ ഡോഗ്സ് നമ്മൾ പുറത്തുനിന്ന് പോകണം തന്നെയല്ലേ? അപ്പോൾ അവർ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ചേട്ടന് ഉണ്ടായിരുന്നു ഇവിടെ വന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ ഡോഗുകൾ എടുത്തത് തൃശ്ശൂരുള്ള ഒരു ബാബു ചേട്ടൻ എന്നുള്ളതിൻ്റെ ആളെടുത്തതിന് ശേഷം ഞാൻ മേടിക്കുകയും ചെയ്തത്. അപ്പോൾ അവർ ഏകദേശം ക്ലൈമറ്റായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ മുമ്പത്തെ ഡോഗ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ടിമിറ്റോറിൻ്റെ ആ ലൈനിലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ബുക്സിയുടെ ലൈൻ എങ്ങനെയാണ്? ബക്സി അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബക്സിയുടെ ലൈൻ എങ്ങനെയാണ്? ബക്സിയുടെ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ബെസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയപ്പെടുന്ന എമിനത്തിൻ്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സണ്ണ് ആണ് ശരിക്കും ഇവൻ. ഒരുപാട് ബെസ്റ്റ് പ്രൊജനികളുണ്ട്, അതിൽ ഒന്നാണ് ഇവൻ. ഒന്നാം സ്ഥാനം എന്നല്ല ഞാൻ പറയണേ, അതിൽ നല്ലൊരു പ്രൊജനിയാണ് ഇവൻ്റെ. ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളാണ്. അങ്ങനെയല്ല, എമിനം ഈസ് ദ ബെസ്റ്റ് പ്രൊഡ്യൂസർ. നല്ലൊരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെയിൽ ഡോഗാണത്. അപ്പോൾ അവരിൽ നിന്ന് അവന് ഒരുപാട് കുട്ടികൾ ബെസ്റ്റ് കുട്ടികളായിട്ടുണ്ട്. അതിലൊരു കുട്ടിയാണ് ഇവനും. ഓക്കെ. ഏറ്റവും ബെസ്റ്റായിട്ട് നല്ല ക്വാളിറ്റിയിൽ വന്നൊരു കുട്ടിയാണ് ഇവനും. എനിക്ക് മറ്റുള്ളവർ പറയണ പോലെ എനിക്ക് ഇന്ന് എന്താ പറയുക അതിലുണ്ടായാലും ഏറ്റവും ബെസ്റ്റ് കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട. എന്നാലും കാണുന്നവർക്കറിയാം ക്വാളിറ്റി എങ്ങനെയാണെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ നല്ലതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളതിൽ എൻ്റെ മനസ്സിന് പരിപൂർണമായിട്ടുള്ളൊരു തൃപ്തിയായിട്ടുള്ളൊരു ഡോഗ് എന്ന് തോന്നിയേക്കണത് എനിക്ക് ഇവനെയാണ് ഇപ്പോഴത്തെ ഒരു ലെവലിൽ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഡോഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും എൻ്റെ ഫേവറേറ്റ് ഡോഗ് ജിസ്മോയാണ്. ആ ജിസ്മോയാണ് എന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ആക്കിയിട്ടുള്ളത്. അന്ന് ബാബു ചേട്ടൻ എനിക്ക് എന്നെ തന്നതും ആൾക്കും ഒരു താങ്ക്സ് ഫുള്ള് ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ചിലപ്പോൾ ജിസ്മു ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കിത് വലിയൊരു ഉയർച്ചയിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഞാൻ ജിസ്മോനെ എടുക്കുമ്പോൾ ജിസ്മോ ഒരു ജസ്റ്റ് ഒരു ബെസ്റ്റ് ഇൻ ഷോ അടിച്ചൊരു ചാമ്പ്യൻ മെയിലായിരുന്നു. അതിനെ എൻ്റെ അടുത്ത് എത്തിച്ചിട്ട് അവനെ എത്രമാത്രം മാക്സിമം പീക്ക് ലെവലിലുള്ളൊരു ഷോ ചെയ്ത് വിന്നിങ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെതായാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പേര് എപ്പോഴും എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഇപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഡോഗ് എന്ന് ചോദിച്ചാൽ എനിക്ക് വേണമെങ്കിൽ ആസ് എ ബിസിനസ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആളുകൾ പറയുന്ന പോലെ എനിക്ക് ഫേവറേറ്റ് ഡോഗ് അപ്പോഴത്തെ കറൻ്റ്ലി എന്താണ് ഡോഗ് എന്നുള്ള ആൾക്കാർ ചിലപ്പോൾ പറയും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡോഗ് ഇവരാണെന്ന് പറയും. ജിസ്മോനെ ഞാൻ സെയിൽ ചെയ്തു. എന്നാലും ഞാൻ പറയണേ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ഡോഗ് ഇപ്പോഴും അവൻ തന്നെയായിരിക്കും. ഞാൻ ആ കൊടുത്ത ആളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നുമ്പോൾ വേറൊരാളെ ചിന്തിക്കാതെ എനിക്ക് തരണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വരുന്ന കമൻറ്റുകളിൽ ചിലപ്പോൾ പറയായിരിക്കും എന്തിനാണ് കൊടുത്തതെന്ന്. അതൊരു ബിസിനസ്സാണ് എല്ലാം. ഇപ്പോൾ എപ്പോഴും ഞാൻ കൊണ്ടു നടക്കണോ എല്ലാം അതൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ഇപ്പോൾ നിങ്ങൾ കാണുമ്പോഴറിയാം ഞാൻ എൻ്റെ ഡോഗുകൾക്ക് മാക്സിമം എത്ര നല്ല ഷെൽട്ടർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത്രയും നല്ല രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല വൺ ഓഫ് ദി ബെസ്റ്റ് കെന്നൽ ഇൻ ഇന്ത്യ എന്ന് അവകാശപ്പെടാൻ ഞാനില്ല, ഏറ്റവും വലിയ കെന്നൽ അവകാശപ്പെടാനില്ല, ഒന്നുമില്ല. ഓക്കെ, എൻ്റെ ഡോഗ് മൾട്ടി കൺട്രി ചാമ്പ്യനല്ല, എൻ്റെ ഡോഗ് ചാമ്പ്യനേ അല്ല. ഓക്കെ, കൊറോണ കാലങ്ങളിൽ അവിടെ ഷോകളിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഷോയ്ക്ക് കൊണ്ടുപോയാനെ വിന്നിങ് കിട്ടിയാനെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിലുണ്ടാവും, ഷോകൾ വരും. അപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾക്ക് അവനെ വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഹാൻഡ്ലർ എന്നെക്കുറിച്ച് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹാൻഡ്ലർ അപ്പൂസാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല, അപ്പൂസ് തന്നെയാണ്. നമ്മൾ എൻ്റെ ടീം അന്നുണ്ടായ പോലെ തന്നെ മുമ്പത്തെ അതേ ടീം തന്നെയാണ് ഇപ്പോഴും. അത് രണ്ടും കുറച്ച് ആൾക്കാർ ഇല്ല, ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ ആൾക്കാരുണ്ട്. ഈ ഒരു ഫീൽഡിൻ്റെ ശാപം എന്താണെന്നറിയോ സണ്ണിക്ക്? ഈ ടീമിൻ്റെ ശാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഫീൽഡിൻ്റെ ശാപം. സ്വീറ്റായിട്ട് സംസാരിച്ച് അവരുടെ നാക്കുമ്പോൾ വെനം സൃഷ്ടിക്കുന്നവരാണ് ഇവരെല്ലാവരും, ഒരു മിക്കവരും ഡോഗ് ഫീൽഡിലുള്ള ഒരു മിക്ക ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഇല്ല. ബാക്കിയുള്ള ഞാൻ നേരത്തെ സണ്ണിനോട് പറഞ്ഞ പോലെ തന്നെ ഒന്നും ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ എന്നോടുള്ള ഇഷ്ടവും ഡോഗ്സിനോടുള്ള ഇഷ്ടവും കൊണ്ട് മാത്രം എൻ്റെ കൂടെ നമ്മുടെ ഡോഗിൻ്റെ കൂടെ
ഇപ്പോഴും നിൽക്കുന്ന ഇപ്പോൾ അവരെയൊക്കെയാണ് നമുക്ക് റിയലായിട്ട് എൻ്റെ ബ്രദേഴ്സ് എന്ന് പറയാൻ പറ്റിയ ആൾക്കാർ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. എൻ്റെ വിജയവും അത് തന്നെയാണ്, അന്നും ഇന്നും എന്നും. അതിപ്പോഴും അത് തന്നെയാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അതാണ്. ഞാൻ അതുകൊണ്ടാണ് സണ്ണിനോട് ഏറ്റവും പറഞ്ഞത്, പൈസ കൊടുത്താൽ ചില ബന്ധങ്ങളും ചില കാര്യങ്ങളും വിലക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ മനസ്സിലാക്കി നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾക്ക് ചിലപ്പോൾ അവരില്ലെങ്കിൽ ചിലപ്പോൾ ഞാനുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഞാനില്ലെങ്കിൽ അവരും അറിയപ്പെടില്ല. അങ്ങനെ എല്ലാവർക്കും നമ്മളെല്ലാവരും വേണം. അല്ലാതെ ഞാൻ മാത്രമാണ് കഴിവ് തെളിയിക്കുന്ന ഒരാളെന്ന് ഇതിൽ പറഞ്ഞാൽ ഒന്നും അറിയില്ല. എന്നാൽ കഴിയുന്നത് എന്താണ്, എനിക്ക് നല്ലൊരു ഡോഗിനെ കൊണ്ടുവരാൻ പറ്റി. എനിക്ക് ആ ഡോഗിനെ മാക്സിമം എത്രയും നല്ലോണം നോക്കാൻ പറ്റണു അത്രയും നല്ല നോക്കണം. ആ നോക്കുന്നതിൽ ഒരുപാട് ആളുകൾ അതിൻ്റെ ഇടയിലുണ്ട്. ഡോഗിനെ ട്രെയിൻ ചെയ്യുന്ന ആളുണ്ട്, ഡോഗിൻ്റെ കൂടെ എപ്പോഴും വർക്കൗട്ടിന് പോകുന്ന ആളുണ്ട്, ഡോഗിൻ്റെ കൂടെ എൻ്റെർലി എപ്പോഴും നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാവരും ഉണ്ട്. മീറ്റിങ്ങിന് തന്നെ ആളുണ്ടാവും. എപ്പോഴും എല്ലാവരും ഒരു എൻ്റെർലി ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോഗ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ഡോഗ്സുകളൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ വെക്കുന്ന ഡോഗ്സുകളെല്ലാം ബെസ്റ്റ് ആയിരിക്കണം, നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഒരാൾ കണ്ടാൽ പോരാ എന്ന് പറയാൻ പറ്റിയൊരു ഡോഗ് എൻ്റെ അടുത്ത് പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലേ, അത് ഇവൻ ഉണ്ട്. ഇനി ചിലപ്പോൾ ഞാൻ ഡോഗ് ഫീൽഡിൽ ഞാൻ ഡോഗിനെ വളർത്തുന്നത് വരെ അത് തന്നെ ആഗ്രഹിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ ഇപ്പോഴും ആ പ്ലാൻ. എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു ഡോഗിനെ, എക്സ്ട്രീം അല്ലാത്തൊരു ഡോഗിനെ എനിക്ക് വേണം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ബാബുചേട്ടനോടൊക്കെ സംസാരിക്കുന്നത്, നമുക്ക് പുള്ളിയായിട്ട് പറയണമെന്ന്. ഇപ്പോൾ പുള്ളിയായിട്ട് പറഞ്ഞു, ജിബിക്ക് ഇപ്പോൾ ഇനി ഇവനെ കണ്ടതുകൊണ്ട് ഇനി വേറൊരു ഡോഗിനെ പെട്ടെന്ന് കിട്ടണം, ഇവൻ്റെ പോലെ ഒരു കിട്ടണം, ചിലപ്പോൾ സാധ്യതകൾ കുറവാണ്, നമുക്ക് ഇഷ്ടപ്പെടില്ല. ശരിയാണ്, ആളും പറയുന്നത് കറക്റ്റാണ്. കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് പെട്ടെന്നൊരു ഡോഗിന് നല്ലത് കിട്ടില്ല. കാശുണ്ടായത് കൊണ്ട് മാത്രം നല്ല ഡോഗിനെ കിട്ടണമെന്നില്ല. കാശുണ്ടായത് കൊണ്ട് മാത്രം എന്താ പറയുക ഡോഗിനെ നോക്കാൻ പറ്റണമെന്നില്ല. ഇവിടെയുള്ള ഒരു കെന്നലുകളും വൺ ഓഫ് ദ ബെസ്റ്റ് കെന്നൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന എല്ലാവരുടെയും പരാജയം എന്താണെന്ന് അറിയാമോ സണ്ണിക്ക്? അവരെല്ലാവരും ഡോഗിനെ കെന്നൽ ബോയിനോ വർക്കേഴ്സിനെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. മുതലാളിയായിട്ട് അവർ നോക്കും, എന്നാലും അവരൊരു മുതലാളിയാണ് എന്നുള്ളതിലാണ്. എൻ്റെ കയ്യിൽ ഇവിടെ നമുക്ക് മുതലാളിയും തൊഴിലാളിയൊന്നുമില്ല. കൂടെ വന്ന എല്ലാവരും മുതലാളിമാരുമാണ്, കൂടെ വന്ന എല്ലാവരും ഡോഗ്സിൻ്റെ ഓണറുമാണ്. മനസ്സിലായോ? അപ്പോൾ അതിലൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതാണ് അത് സത്യം. മനസ്സിലായോ? അതാണ് നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് വിജയം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇപ്പോൾ ജിബിയുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ എത്ര ഡോഗ്സ് ഉണ്ട്? അത് സ്പെഷ്യലായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ റോട്ട് എത്ര ഉണ്ട് ടോട്ടൽ? എൻ്റെ അടുത്ത് ഇപ്പോൾ റോട്ടായിട്ടുള്ളത് ഒരു മെയിൽ ഡോഗ് ഉണ്ട്. ഫീമെയിൽസ് വന്നിട്ട് ഒരു 5 ഫീമെയിൽസുകളുണ്ട്. അതിലൊരു 3 ഫീമെയിൽ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തതാണ്. അതിലൊരെണ്ണം വേൾഡിൽ ഫേമസ് ആയിരുന്ന റെക്സ് ടിമിറ്റോറിൻ്റെ കുട്ടി അന്ന് കണ്ടപ്പോൾ നദാ ടിമിറ്റോർ, അതാണ് നമ്മളുടെ ക്യൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തത് ഡോക്ടർ ടിമിറ്റോറിൻ്റെ കുട്ടി ഡെക്കോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ്, ബെസ്റ്റ് ഫീമെയിലാണത്. മൂന്നാമത്തത് ഒരു മിലീന എന്ന് പറഞ്ഞിട്ടൊരു ഫീമെയിൽ ഉണ്ട്, മെലീന. അതും ഡോക്ടർ ടിമിറ്റോറിൻ്റെ കുട്ടിയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് കുട്ടിയാണത്. ഒരു 3 പേരും ഡയറക്റ്റ് ഇമ്പോർട്ടുള്ള ഫീമെയിൽസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ഡോഗ്സുകളെന്ന് അവകാശപ്പെടാൻ എനിക്ക് പറ്റില്ല, എൻ്റെ അടുത്തില്ല. പക്ഷേ എൻ്റെ അടുത്ത് എല്ലാ ഡോഗുകളും ഏറ്റവും ബെസ്റ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റും. നല്ല ഡോഗുകളുണ്ട് എനിക്കെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു മാരുതി 800 100 മാരുതി 800 ഉള്ള ആൾ ഞാനാണെന്ന്, ഇന്ത്യയിലുള്ള ആളാണെന്ന് ഞാൻ പറയുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ അവൻ പറയാണ് എൻ്റെ അടുത്ത് മാരുതി 800 100 എൻ്റെ അടുത്ത് ഒരു റോഡ് റോയ്സ് ഉള്ളതെന്ന് പറയുമ്പോൾ കഴിഞ്ഞു, വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ആ ഒരു അവസ്ഥയിൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ കുറേ ഇമ്പോർട്ടുകൾ ഇപ്പോൾ ഇവിടെയുള്ള ഒരു ട്രെൻഡാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടുകൾ മാത്രം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരുണ്ട്. എടുക്കാം, പക്ഷേ എനിക്ക് പറയാനുള്ള ഈ പറയുന്ന ആൾക്കാരോടുള്ള സജഷൻ, ഇമ്പോർട്ടുകൾ എടുക്കാം, പക്ഷെ ആ ഇമ്പോർട്ടുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ പ്രൊജനി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്പേഷൻ, അവരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്ത്യയിലെ റോഡിനെ കൊണ്ട് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും
എന്നാഗ്രഹിച്ച കൊണ്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അല്ല പേരിന് മാത്രം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ സെർബിയയിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 500 യൂറോ മുതൽ ഡോഗ്സിന് നമുക്ക് കിട്ടും. 500 മുതൽ 1,00,000 യൂറോ വരെ ഡോഗുകളുണ്ട് അവിടെ. അപ്പോൾ ഈ 500 യൂറോ കൊണ്ടുവന്നിട്ട് ഒരു 10 മേടിച്ചിട്ടിട്ട് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ളതെന്ന് പറഞ്ഞതിൽ അർത്ഥങ്ങളില്ല. നമുക്ക് ആ ഡോഗുകളെ, നല്ല ഡോഗുകളെ കൊണ്ടുവന്നിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളതാണ് നോക്കേണ്ടത് എപ്പോഴും. ഇപ്പോൾ ഇവൻ വന്നിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞല്ലോ. സ്റ്റാർട്ടായി. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കൂടിയ ഒരു ഡോഗാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇവൻ്റെ മീറ്റിംഗ് ചാർജൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റും? നമ്മൾ ചാർജ് ചെയ്യുന്നത് 75,000 ആണ് നമുക്ക് ചാർജ് ചെയ്യുന്നത്. അവൻ്റെ മീറ്റിംഗ് ചാർജ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ. അതിപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് ഫീമെയിൽസുകളും അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് ഇമ്പോർട്ട് ഫീമെയിലുകളാണിത്. പിന്നെ എൻ്റെ അടുത്തൊരു 2 BI എന്നുവെച്ചാൽ ഇമ്പോർട്ടിൻ്റെ കുട്ടിയായിട്ടുള്ള ബോസൈഡ് ഇമ്പോർട്ടിൻ്റെ പഴയ ഗ്രോമിൻ്റെയും ജിസ്മോൻ്റെയും ഒക്കെ കുട്ടികളും നമ്മുടെ അടുത്തുണ്ട് ഫീമെയിൽസ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഫീമെയിലുകളിൽ നിന്ന് നല്ല കുട്ടികളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള മാത്രം ഒരു മാർക്കറ്റ് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിലവിൽ പുറത്ത് മീറ്റിംഗ് ഉണ്ട്, പക്ഷെ അത് ചിലപ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഒരു പുതിയ മെയിലിനെ കൂടി എടുത്തിട്ടുണ്ട് അവിടെ. ഓക്കെ, ഇവനല്ലാണ്ട് വേറെ എടുത്തിട്ടുണ്ട്. അതൊരു സെമി അഡൽറ്റി ആണ് എടുത്തേക്കണത്. സെർബിയൻ തന്നെ. ഓക്കെ. പിന്നെ ഒരു 2 ഫീമെയിൽസിനെ വേറെ എടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ അങ്ങനെയുള്ള ഒരു പ്ലാനാണ്. പിന്നെ കെന്നലായിട്ട് വലിയൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയ കെന്നലൊന്നും എനിക്ക് വേണ്ട, ആഗ്രഹങ്ങളുമില്ല എനിക്ക്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു വലിയൊരു കെന്നലൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു പണിക്കാരനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് മര്യാദക്ക് നോട്ടെത്തില്ലെങ്കിൽ നമ്മൾ അവരെ ശരിക്കും സ്ട്രഗിൾ ചെയ്യിക്കണ പോലെ ആയിരിക്കും. നമ്മൾ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട്, ചില വലിയ കെന്നലുകൾ എന്ന് പറയുന്ന പോലെ നമുക്ക് അടുക്കാൻ പറ്റാത്ത മണം ഞങ്ങൾ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴും ഇപ്പോൾ സണ്ണിക്ക് കാണാം ഈ കൂടിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെഡാണ് കിടക്കണം. അതായത് മനസ്സിലായി, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം, ഒരു പട്ടിക്കൂടും ഒരു മനുഷ്യക്കൂടും അങ്ങനത്തെ രീതിയിലാണ്. അതൊരു റെസ്റ്റാണ്. നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും വരുമ്പോൾ ഞാനും നമ്മുടെ ടീമും എല്ലാവരും കൂടെ അവിടെ ഇരിക്കും, അവൻ്റെ കൂടെ ഇരിക്കും. ഞങ്ങളവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും. എന്നുവെച്ചാൽ അവരെ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ എടുത്തേക്കണത് ഇപ്പോഴും. മനസ്സിലായി. അപ്പോൾ ഇൻ ഫ്യൂച്ചറും നമ്മളൊരു കെനൽ പ്ലാൻ ചെയ്താൽ, ഇപ്പോൾ നമ്മുടെ ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ കെനൽ പണിയാനുള്ള പ്ലാനാണ്. പ്ലാൻ ചെയ്താൽ നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കെനലൊന്നുമില്ല. ഞാൻ എൻ്റെ അടുത്തുള്ള ഡോഗുകൾ എപ്പോഴും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ആ കൂട്ടിലേക്ക് കയറി ചെന്നാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നാലും അതൊരു കെനലാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെ എല്ലാവരുടെയും ഒരേ സ്വരം. അല്ലാതെ ഇന്ത്യസ് ലാർജസ്റ്റ് കെനൽ അല്ലെങ്കിൽ ഇന്ത്യസ് തന്നെ എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടുള്ള ഡോഗ്, ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡോഗ് പറയുന്നതിൽ അർത്ഥങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കാഗ്രഹം ഒരു ഡോഗ് ഉണ്ടെങ്കിലും 10 ഡോഗ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 30 ഡോഗ് 50 ഡോഗ് ഉണ്ടെങ്കിലും അതൊരു കെന്നൽ ഫീലിംഗ് വരരുത്, അവര് വീടായിട്ട് ഫീൽ ചെയ്യിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇനിയൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എനിക്ക് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കെന്നൽ വേണ്ട, വൺ ഓഫ് ദ ഹൈജീൻ കെന്നൽ മതി എനിക്ക്. അടിപൊളി, നല്ല ആശയം. അത് എല്ലാം കൊണ്ടും എന്ന് വെച്ചാൽ ഹൈജീൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, വേണമെങ്കിൽ ആ കൂട്ടിൽ കയറി നോക്കാം, അതിലൊരു അഴുക്കുണ്ടാന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്ത് സാധനം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പെർഫെക്ഷനോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരാൾ കണ്ടല്ലേ ചീത്തയായി തോന്നിപ്പെടരുത്, പെർഫെക്ഷനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കെന്നൽ നോക്കി ഫുള്ള് നമ്മളിവിടെ ചെടികളും എല്ലാം പിടിപ്പിച്ച് ഏറ്റവും ബെസ്റ്റാക്കി ഒരു ഫുൾ ഗ്രീനറി ചെയ്യിപ്പിച്ചു. ചെറുതാണെങ്കിലും ആ ചെറുതിലൊരു അവർ ഇപ്പോൾ ഒരു ഡോഗാണെങ്കിലും അവർക്കൊരു ജീവനുള്ളൊരു സാധനമാണ്.
അവരിപ്പോൾ നമ്മൾ കുറേ നേരം നമ്മൾ ഫുൾ ടൈം ബാത്റൂമിൽ ചിലവഴിക്കും ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പോൾ ചില കെനാൽസൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ടൈം ബാത്റൂമിൽ അവർ ചിലവഴിക്കണ പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം സ്റ്റൂൾ ഉണ്ടാവും, ഒരു സ്ഥലം ചിലപ്പോൾ കയറിയാൽ തന്നെ നമുക്ക് മണം കൊണ്ട് ഓടിയ കനലുണ്ടാവും. അപ്പോൾ അങ്ങനെ പോലും അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. എൻ്റെ ഒരു സജഷനാണ്. ഈ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയതിലേക്ക് വരുന്ന ആൾക്കാരായാലും കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഡോഗിനെ മാക്സിമം വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ഡോഗ് എന്ന് ചിന്തിച്ചാൽ മാത്രം കൊണ്ടുവരിക. ഒരു പേരിന് മാത്രം ഇമ്പോർട്ട് എന്നുള്ളതിന് വേണ്ട കൊണ്ടുവരരുത്. കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരെ നല്ലവണ്ണം നോക്കാൻ എനിക്കിപ്പോൾ കഴിയുമോ എങ്കിൽ മാത്രമേ കൊണ്ടുവരാവൂ. അല്ലാതെ ഞാൻ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചു, കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഇട്ടു. അതൊന്നും അല്ല ജിബി ഭായ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജിബി ഭായ് 2 ഇമ്പോർട്ടൻ്റ് കൊണ്ടു, അന്ന് എനിക്ക് 4 വേണം, പിറ്റേ ദിവസം അവിടെ വന്നു. എനിക്കതില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോട്ടിനും വേണ്ട, ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും വലിയ കെനലും വേണ്ട, ഉള്ളത് നല്ലപോലെ കൊണ്ടു നടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ കയ്യിൽ കൺട്രി ചാമ്പ്യൻ ഡോഗും ഇല്ല, ഓക്കെ. എൻ്റെ കയ്യിൽ എന്താ പറയുക വൺ ഓഫ് ദ ഏറ്റവും വലിയ കെനലില്ല, ഒന്നുമില്ല. ഉള്ളത് നല്ലതാകണം, അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ. ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്താണെന്നറിയോ? 100 യൂറോയും 50 യൂറോയും കൊടുത്തു കഴിഞ്ഞാൽ സെർബിയയിൽ തന്നെ മൾട്ടി കൺട്രി ചാമ്പ്യനല്ല, ഏത് കൺട്രി ചാമ്പ്യൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരും. ഇവിടെ വന്ന കാലങ്ങളായിട്ട് വന്ന ഡോഗുകൾ പലതുണ്ട്. ആ ഡോഗുകൾക്ക് എത്ര ഡോഗുകൾക്ക് ഒരു മൾട്ടി കൺട്രി ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യുവേഷൻ ഉണ്ട്. സാധാരണ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ കൊണ്ടുവന്നു, നമ്മുടെ ഡോഗിൻ്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് വരും. ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇന്ത്യൻ കെനൽ ക്ലബ്ബിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവരുടെ കെനൽ ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് അടിക്കുമ്പോൾ അതിൽ എഴുതേണ്ട കാര്യം മൾട്ടി കൺട്രി ചാമ്പ്യൻ എന്ന് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യാം. എവിടെ? കെനൽ ക്ലബ്ബിൽ. ഓക്കെ. കെനൽ ക്ലബ്ബ് എന്ത് ചെയ്യും? ഏത് കെനൽ ക്ലബ്ബാണ് ഇത് ഇഷ്യൂ ചെയ്തേക്കുന്നത്, അത് സെർബിയ ആകാം, ബോസ്നിയ ആകാം, ഇറ്റലി ആകാം, ഈ കെനൽ ക്ലബ്ബിലേക്ക്, ഈ അഫിലിയേഷനുള്ള കെനൽ ക്ലബ്ബിലേക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അഴക്കും. അഴച്ചിട്ട് അവിടുത്തെ എൻക്വയറി അന്വേഷിക്കും. ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് വാല്യുബിൾ ഒരു സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ? ഇവിടെയുള്ള എത്ര ഡോഗുകൾക്ക് അതുണ്ട്? പേരിന് മാത്രം മൾട്ടി കൺട്രി, പേരിന് മാത്രം വേൾഡ് ചാമ്പ്യനും, പേരിന് മാത്രം ഇൻ്റർനാഷണൽ ചാമ്പ്യനും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ഡോഗുകൾക്കുണ്ട് ഇവിടെ? എനിക്ക് പറയാം വേൾഡ് ചാമ്പ്യനാണ് എനിക്ക് പറഞ്ഞൂടെ. ഞാൻ എൻ്റെ ബാക്കിൽ ഇതാ വേൾഡ് ചാമ്പ്യൻ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഓക്കെ. വെറുതെ ഒരു പറച്ചിലിന് മാത്രം വലിയ അർത്ഥങ്ങളില്ല. അപ്പം അത് ഇവിടെ നിന്നൊരു മെയിൽ അവിടെ അടച്ചു, അവർ വെരിഫൈ ചെയ്ത് അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം തിരിച്ച് കെനൽ ക്ലബ്ബിൽ മെയിൽ ചെയ്യും. ഇന്ന ക്ലബ്ബിൽ ഈ ഡോഗ് ഈ കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ട്. അത് വിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് മെയിലും വരില്ല, ഒന്നും വരില്ല. പക്ഷെ പറയുമ്പോൾ ഇൻ്റർനാഷണൽ ചാമ്പ്യനാവും, മൾട്ടി കൺട്രി ചാമ്പ്യനാവും, വേൾഡ് ചാമ്പ്യനാവും. ഓക്കെ. മനസ്സിലായേ? അത് ഇതിൽ ഉള്ളതാണ്, കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത്. മനസ്സിലായേ? 9ാം മാസം മേടിച്ച ഡോഗ് വരെ ഇവിടെ വേൾഡ് ചാമ്പ്യനായ ഡോഗുകൾ എനിക്കറിയാം. അത് ആരെ കുറ്റപ്പെടുത്തലല്ല, എന്നാലും ഞാൻ പറയണം. അങ്ങനെയൊന്നും പറയരുത്. നുണയായിട്ട് ആരും ഒന്നും പറയരുത്. നമുക്ക് ഓപ്പണാണ് ഇത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, അല്ലാതെ ഇല്ലാത്ത വിന്നിങ് കട്ടിപ്പിടിച്ചിട്ട് പിന്നീട് ഒരാൾ ബ്ലെയിം ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് അത് മിണ്ടാണ്ടിരിക്കണല്ലേ. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഇൻ ഷോ സ്പെഷ്യാലിറ്റി കിട്ടിയത് ജിസ്മോനാണ്. വേറൊരാൾ അവകാശപ്പെടുന്ന എന്നെക്കാട്ടും കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് ഉണ്ടാവണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പ്രൂഫുള്ളപ്പോൾ എനിക്ക് പറയാം അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രൂഫില്ലാതെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥങ്ങളില്ല. ഓരോ എക്സാമ്പിൾ പറയണം. അങ്ങനെയുള്ള പല കാരണങ്ങളും. അപ്പോൾ നമ്മുടെ ബക്സിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.